വെൽക്കം. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിലെ സെക്കൻഡ് ചാപ്റ്ററാണ് വാട്ടർ റിക്വയർമെൻറ്റ്സ് ഓഫ് ക്രോപ്സ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ക്ലാസ്സിൽ വരുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡ്യൂട്ടി, ബേസ് പീരിയഡ് ആൻഡ് ഡെൽറ്റ ഇവ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റ് വാട്ടറിൻ്റെ ഇറിഗേഷൻ കപ്പാസിറ്റിയാണ്, അതാണ് ഡ്യൂട്ടി. ഒരു യൂണിറ്റ് വാട്ടറിൻ്റെ ഇറിഗേഷൻ കപ്പാസിറ്റി, അതാണ് ഡ്യൂട്ടി. ഡെൽറ്റ എന്ന് പറഞ്ഞാലോ, എത്രത്തോളം വെള്ളം നമ്മൾ ഡെപ്തിൽ വേണമെന്ന് പറയുന്നതിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബേസ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്രോപ്പ് നട്ടത് മുതൽക്ക് അതിന് വാട്ടറിങ് ചെയ്യുന്നുണ്ടല്ലേ, അതിനൊരു ഫസ്റ്റ് വാട്ടറിങ് ഉണ്ടാവും. നമ്മൾ നട്ട സമയത്ത് തന്നെ വാട്ടറിങ് ചെയ്യുന്നുണ്ട്, അതിനെ ഫസ്റ്റ് വാട്ടറിങ് എന്ന് പറയും. അതുപോലെ തന്നെ ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു വാട്ടറിങ് ചെയ്യും, അത് ലാസ്റ്റ് വാട്ടറിങ് ആണ്. ഇവ തമ്മിലുള്ള ഒരു ഡ്യൂറേഷനെയാണ് ബേസ് പീരിയഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാം. Now 1 cubic of water running continuously for a period of b days provides a volume of, അപ്പോൾ നമ്മളൊരു ക്യുമക് വാട്ടർ കണ്ടിന്യൂസ്ലി ഒരു ഫീൽഡിലേക്ക് സപ്ലൈ ചെയ്യുകയാണ്. അതിൻ്റെ ബേസ് പീരീഡ് ഒരു ബി എന്ന് പറഞ്ഞ ഡേയ്സിലാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വോളിയം എങ്ങനെ കാണുകയെന്ന് വെച്ചാൽ ബി ഇൻറ്റു 24 ഇൻറ്റു 16 ഇൻറ്റു 60. 24 ഇൻറ്റു 16 ഇൻറ്റു 60 എന്ന് പറഞ്ഞാൽ അതിനെ സെക്കൻഡ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റു 1 ചെയ്താൽ നമുക്ക് അത്രയും വോളിയാണ് കിട്ടുന്നത്. നെക്സ്റ്റ്, എമൗണ്ട് ഓഫ് വാട്ടർ റിക്വയർഡ് ടു ഫ്ലഡ് 1 hectare ഓഫ് ലാൻഡ് വിത്ത് എ ഡെപ്ത് ഡെൽറ്റ മീറ്റർ 1 ഇൻറ്റു 10⁴ മീറ്റർ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ മീറ്റർ. ഇവിടെ എന്താ, 1 hectare ഓഫ് ലാൻഡിന് റിക്വയർഡ് ആയിട്ടുള്ള വാട്ടറിൻ്റെ എമൗണ്ട് കണ്ടുപിടിച്ചതാണ്. ഒരു ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ നമ്മൾ ഡെപ്ത് കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇക്വേഷൻ ഇതാണ്, 1 ഇൻറ്റു 10⁴ മീറ്റർ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ മീറ്റർ. ഇവിടെ 1 ഇൻറ്റു 10⁴ ചെയ്തിരിക്കുന്നത് ഹെക്ടേഴ്സിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇൻറ്റു ഡെൽറ്റ മീറ്റർ, ഡെൽറ്റ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ എമൗണ്ട് ഓഫ് വാട്ടർ റിക്വയർഡ് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം. അപ്പോൾ ഡ്യൂട്ടിയുടെ ഇക്വേഷൻ നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വോളിയം ഡിവൈഡഡ് ബൈ എമൗണ്ട് ഓഫ് വാട്ടർ റിക്വയർഡ് ടു ഫ്ലഡ് 1 hectare ഓഫ് ലാൻഡ്. അത് ചെയ്താൽ നമുക്ക് ഡ്യൂട്ടി കിട്ടും. അപ്പോൾ വോളിയം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു, ബി ഇൻറ്റു 24 ഇൻറ്റു 16 ഇൻറ്റു 60. അതേ ഡിവൈഡഡ് ബൈ 10⁴ ഇൻറ്റു ഡെൽറ്റ, അത് എമൗണ്ട് ഓഫ് വാട്ടർ റിക്വയർഡ് ടു ഫ്ലഡ് 1 hectare ഓഫ് ലാൻഡ് ആണ്. സോ ആ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് 8.64 ബി ബൈ ഡെൽറ്റ എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ഡ്യൂട്ടി ഈസ് ഈക്വൽ ടു 8.64 ബി ബൈ ഡെൽറ്റ. അപ്പോൾ ഇതിൽ ഡ്യൂട്ടി വരുന്നുണ്ട്, ഡെൽറ്റ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബേസ് പീരീഡും വരുന്നുണ്ട്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ഇറിഗേഷനിൽ വരുന്ന കുറച്ച് ഡെഫിനിഷൻസിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഡെഫിനിഷൻ ക്രോപ്പ് പീരിയഡാണ്. ക്രോപ്പ് പീരിയഡ് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ക്രോപ്പ് പീരിയഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്രോപ്പ് സോൺ ചെയ്തത് മുതൽ അതിൻ്റെ ഹാർവെസ്റ്റിംഗ് വരെയുള്ള ആ ടൈമിനെ പറയുന്ന പേരാണ് ക്രോപ്പ് പീരിയഡ്. അതുപോലെ തന്നെ ബേസ് പീരിയഡും പറഞ്ഞു എന്താണ്. നമ്മൾ ഒരു ക്രോപ്പ് സോൺ ചെയ്യുമ്പോൾ, ഒരു ചെടി നടുമ്പോൾ അവിടെ ഫസ്റ്റ് വാട്ടറിങ്ങും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് മുന്നേ ഒരു ലാസ്റ്റ് വാട്ടറിങ് കഴിഞ്ഞിട്ടാണ് അത് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വാട്ടറിങ്ങും ലാസ്റ്റ് വാട്ടറിങ്ങും തമ്മിലുള്ള ഒരു ഡ്യൂറേഷനെ പറയുന്ന പേരാണ് ബേസ് പീരിയഡ് എന്ന്. നെക്സ്റ്റ്, പാലിയോ. പാലിയോ മീൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫസ്റ്റ് വാട്ടറിങ് ബിഫോർ സോയിങ് ദ ക്രോപ്പ്. അതായത് നമ്മൾ ഒരു ക്രോപ്പിനെ സോൺ ചെയ്യുന്നതിന് മുന്നേ നടത്തുന്ന വാട്ടറിങ്ങിനെ പറയുന്ന പേരാണ് പാലിയോ. അപ്പോൾ അടുത്തതായിട്ട് ഇറിഗേഷനിൽ വരുന്ന ഏരിയാസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഗ്രോസ് കമാൻഡ് ഏരിയ, GCA. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ ഏരിയ ലൈയിങ് ബിറ്റ്വീൻ ഡ്രൈനേജ് ബൗണ്ടറീസ് വിച്ച് ക്യാൻ ബി കമാൻഡഡ് ഓർ ഇറിഗേറ്റഡ് ബൈ എ കനാൽ. ഈ ഗ്രോസ് കമാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡിൽ ആണെങ്കിൽ തന്നെ ആ ഫീൽഡിൽ പല പല കാര്യങ്ങളുണ്ടാവും അല്ലേ. ഡ്രൈനേജസ് ഉണ്ടാവും, അതുപോലെ തന്നെ ചെറിയ പോൺസ് ഉണ്ടാവും, കനാൽസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബൗണ്ടറിനകത്താണ് ഈ കാര്യങ്ങളെല്ലാം, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് അതിനകത്താണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത്.
അപ്പോൾ ആ ടോട്ടൽ ഏരിയനെ പറയുന്ന പേരാണ് ഗ്രോസ് കമാൻഡ് ഏരിയ. അടുത്ത ഏരിയ ടൈപ്പാണ് കൾച്ചറബിൾ കമാൻഡ് ഏരിയ, CCA. ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് GCA വിച്ച് ഈസ് കൾട്ടിവബിൾ. അതായത് നമുക്ക് GCAയിൽ വരുന്നതാണ്, ഗ്രോസ് കമാൻഡ് ഏരിയയിൽ വരുന്ന ഏരിയ തന്നെയാണ് CCA എന്ന് പറയുന്നത്. നമ്മൾ ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയനെ പറയുന്ന പേരാണ് CCA. അതുപോലെ തന്നെ ഒരു ഫീൽഡിൽ ക്രോപ്പ് കൾട്ടിവേഷൻ ഒന്നും ഇല്ലാത്ത ഏരിയനെ പറയുന്ന പേരാണ് അൺകൾച്ചറബിൾ ഏരിയ. അപ്പോൾ നമുക്ക് ഇതിനൊരു ഇക്വേഷൻ വഴി റിലേറ്റ് ചെയ്യാൻ പറ്റും. GCA is equal to CCA പ്ലസ് അൺകൾച്ചറബിൾ ഏരിയ. അപ്പം ഗ്രോസ് കമാൻഡ് ഏരിയ എന്ന് പറയുന്നത് ഒരു സമ്മേഷനാണ്. എന്തിൻ്റെയൊക്കെയാണ്? കൾച്ചറബിൾ കമാൻഡ് ഏരിയേൻ്റെയും അൺകൾച്ചറബിൾ കമാൻഡ് ഏരിയേൻ്റെയും കൂടി സമ്മേഷനാണ് ഗ്രോസ് കമാൻഡ് ഏരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്രോപ്പ് റേഷ്യോ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ ലാൻഡ് ഇറിഗേറ്റഡ് ഡ്യൂറിങ് ദ 2 മെയിൻ ക്രോപ്പ് സീസൺ, റാബി ആൻഡ് ഖാരിഫ്. ഇതൊരു റേഷ്യോ ആണ്. നമുക്ക് മെയിനായിട്ട് 2 ക്രോപ്പ് സീസൺ ആണുള്ളത് അല്ലേ? റാബി സീസണും അതുപോലെ തന്നെ ഖാരിഫ് സീസണും. ഈ സീസണുകളിൽ ആ ലാൻഡിനെ ഇറിഗേറ്റ് ചെയ്യുന്ന ആ ഒരു റേഷ്യോ, നമുക്ക് ടോട്ടൽ ലാൻഡ് ഉണ്ടല്ലേ, ആ ലാൻഡിനെ ഇറിഗേറ്റ് ചെയ്യുന്ന ആ ഒരു റേഷ്യോനെ പറയുന്ന പേരാണ്, ഡിഫറെൻറ്റ് സീസൺസിൽ ആ ഒരു ലാൻഡിനെ ഇറിഗേറ്റ് ചെയ്യുന്ന ആ റേഷ്യോനെ പറയുന്നതാണ് ക്രോപ്പ് റേഷ്യോ എന്ന്. ടൈം ഫാക്ടർ. It is the ratio of number of days the canal has actually run to the number of days of irrigation period. ഈ ടൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കനാൽ വഴി വാട്ടറിനെ ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ കനാൽ റണ്ണ് ചെയ്യുന്ന ആക്ച്വൽ ഡേയ്സ്, അതും അതുപോലെ തന്നെ നമ്പർ ഓഫ് ഡേയ്സ് ഇറിഗേഷൻ പീരിയഡ്, ഇവ തമ്മിലുള്ള ഒരു റേഷ്യോനെ പറയുന്ന പേരാണ് ടൈം ഫാക്ടർ. കപ്പാസിറ്റി ഫാക്ടർ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മീൻ സപ്ലൈ ടു ദി ഫുൾ സപ്ലൈ. ഇവിടെ വരുന്ന റേഷ്യോ എന്ന് പറയുന്നത് മീൻ സപ്ലൈ, ഒരു കനാലിൻ്റെ മീൻ സപ്ലൈയും ഫുൾ സപ്ലൈയും വരുന്ന ഒരു റേഷ്യോ ആണ്. ഇതിൽ അടുത്തതായി വരുന്ന ഒരു ടേമാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ. ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ലാൻഡിനെ അവിടെ നമ്മൾ ഇറിഗേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒബ്റ്റെയിൻ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആ ഒരു ലാൻഡിനെ മൊത്തത്തിൽ വാട്ടറിങ് ചെയ്യുമ്പോൾ ഒരേ ക്വാണ്ടിറ്റിയിൽ നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യുക. ഒരേ ക്വാണ്ടിറ്റിയിൽ ഒരു യൂണിഫോമിറ്റി, വാട്ടറിങ് ചെയ്യുന്നതിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക, ഒരേ ഇൻറ്റൻസിറ്റിയിൽ വാട്ടർ സപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ എന്താണ്, ഒരു കറക്റ്റ് ഇൻറ്റൻസിറ്റി, വാട്ടറിങ് ചെയ്യുന്നതിൽ ഒരു കറക്റ്റ് ഇൻറ്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അതിനെയാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിലൊരു പ്രശ്നം വരുന്നുണ്ട്, അവിടെ വാട്ടർ ലോഗിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്യൂട്ടി ഓഫ് വാട്ടർ. ഈ ഡ്യൂട്ടീനെ എഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സിനെ കുറിച്ചാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അത് ഓരോന്നും 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മെത്തേഡ് ഓഫ് ഇറിഗേഷൻ, സിസ്റ്റം ഓഫ് ഇറിഗേഷൻ, മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ, ടൈപ്പ് ഓഫ് ക്രോപ്സ്, ബേസ് പീരിയഡ് ഓഫ് ക്രോപ്സ്, ക്ലൈമറ്റിക് കണ്ടീഷൻസ്, ക്വാളിറ്റി ഓഫ് വാട്ടർ, കനാൽ കണ്ടീഷൻ, ടൈപ്പ് ഓഫ് സോയിൽ ആൻഡ് സബ്സോയിൽ, ടൈം ഓഫ് ഇറിഗേഷൻ. ഇത്രയും മെയിൻ ഫാക്ടേഴ്സാണ് ഒരു ഡ്യൂട്ടീനെ എഫക്റ്റ് ചെയ്യുന്നത്. മെത്തേഡ് ഓഫ് ഇറിഗേഷൻ. The method of irrigation or the modes of applying water to the field affect the duty of water because the water application efficiency varies with the method of irrigation. ഇവിടെ എന്താ പറയുന്നത്, ഇറിഗേഷനിൽ വരുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഡ്യൂട്ടിയെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ എന്താ മെത്തേഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മോഡ്സ് ആയിരിക്കാം ഡ്യൂട്ടിയെ എഫക്റ്റ് ചെയ്യുന്നത്. എന്താ, ഓരോ മോഡ്സിലുള്ള വാട്ടർ സപ്ലൈക്കും ഡിഫറെൻറ്റ് എഫിഷ്യൻസിയാണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ. അതിലെ ഓരോ മെത്തേഡിനും എഫിഷ്യൻസി എന്ന് പറയുന്നത് വേരി ചെയ്യുന്നുണ്ട്. അതിൻ്റെ എഫിഷ്യൻസിയിൽ വേരിയേഷൻസ് വരുന്നുണ്ട് ഓരോ മെത്തേഡിലും. അത് നമ്മളെ ഡ്യൂട്ടിയെ എഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് പോയിന്റ്, ദ ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ് ഈസ് മോസ്റ്റ് എഫിഷ്യൻറ്റ് മെത്തേഡ് ആൻഡ് ഡ്യൂട്ടി ഈസ് വെരി ഹൈ. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത് ഏറ്റവും മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇവിടെ ഡ്യൂട്ടി എന്ന് പറയുന്നതും ഹൈ ആയിരിക്കും. നമ്മളൊരു ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡാണ് ഒരു ഫീൽഡിൽ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ
അവിടെ സീപ്പേജ് ലോസസ് ഒക്കെ കുറയും, മാക്സിമം ഏരിയ നമുക്ക് വാട്ടറിനെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ സീപ്പേജ് ലോസസ് കുറയും, അതുപോലെ തന്നെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യും. നെക്സ്റ്റ് പോയിൻ്റ് ആണ്, ഇൻ ദ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ മെത്തേഡ് ഡ്യൂട്ടി ഈസ് ഓൾസോ ഹൈ ബിക്കോസ് സീപ്പേജ് ലോസസ് ഈസ് റെഡ്യൂസ്ഡ്. അതുപോലെ തന്നെ ഒരു ഡ്യൂട്ടി ഹൈ ആവുന്ന മെത്തേഡാണ്, ഹൈ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. ഇവിടെയും സീപ്പേജ് ലോസസ് ഒക്കെ കുറയും, എഫിഷ്യൻസി കൂടും. നെക്സ്റ്റ് പോയിന്റ്, സർഫസ് ഇറിഗേഷൻ മെത്തേഡ് ഡ്യൂട്ടി ഈസ് ലോ. ഒരു സർഫസ് ഇറിഗേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇറിഗേഷൻ ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഡ്യൂട്ടി ലോ ആയിരിക്കും. സിസ്റ്റം ഓഫ് ഇറിഗേഷൻ. In the perennial irrigation system, the soil of the irrigated area remains continuously wet, hence less quantity of water is required for the initial saturation of the soil. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഒരു പെർണിയൽ ഇറിഗേഷൻ സിസ്റ്റംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഏരിയൻ്റെ നിയറസ്റ്റ് ആണ് നമ്മുടെ ലാൻഡ് എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മളെ ലാൻഡിൻ്റെ നിയറിൽ ഒരു പെർണിയൽ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഒരു പെർണിയൽ റിവർ ഉണ്ട്. അപ്പോൾ ഈ ലാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലോ, അവിടുത്തെ വെറ്റ്നെസ്, ലാൻഡിനുണ്ടാകുന്ന വെറ്റ്നെസ് എപ്പോഴും നമുക്ക് എന്താ നിലനിർത്താൻ കഴിയും അല്ലേ. ഒരു പെർണിയൽ റിവറാണ് അടുത്ത് ഉള്ളത്, അപ്പോൾ നമുക്ക് ആ വെറ്റ്നെസ് എപ്പോഴും നമ്മുടെ ലാൻഡിനുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് മാത്രം ഇറിഗേഷൻ ചെയ്താൽ മതി, എങ്കിൽ തന്നെ സോയിലിൻ്റെ സാച്ചുറേഷൻ നമുക്ക് നിലനിർത്താൻ കഴിയും. ഈ ഒരു ലാൻഡിലെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. നമുക്ക് ആ സച്ച് ലാൻഡ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. For the perennial irrigation system, the duty of water is higher than for the inundation irrigation system. Perennial irrigationil ആണ് ഇനണ്ടേഷനെ അപേക്ഷിച്ച് കൂടുതൽ ഡ്യൂട്ടി വരുന്നത്. പെർണിയൽ ഇറിഗേഷനിലാണ് കൂടുതൽ ഡ്യൂട്ടി വരുന്നത്. ഇൻ കേസ് ഓഫ് ടാങ്ക് ഇറിഗേഷൻ ഡ്യൂട്ടി ഈസ് ഹൈ, വൈൽ ഇൻ കനാൽ ഇറിഗേഷൻ ദ ഡ്യൂട്ടി ഈസ് ലോ. ടാങ്ക് ഇറിഗേഷൻ ആണെങ്കിലും ഡ്യൂട്ടി ഹൈ ആയിരിക്കും, കനാൽ ഇറിഗേഷനിൽ ഡ്യൂട്ടി വളരെ കുറവായിരിക്കും, കാരണം അവിടെ സീപ്പേജ് ലോസസ് ഒക്കെ വരുന്നതുകൊണ്ട് ഡ്യൂട്ടി കുറവായിരിക്കും. മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ. ഇഫ് ദ ലാൻഡ് ഈസ് പ്രോപ്പർലി പ്ലഫ്ഡ് അപ് ടു ദ റിക്വയർഡ് ഡെപ്ത് ആൻഡ് മെയ്ഡ് ക്വയറ്റ് ലൂസ് ബിഫോർ ഇറിഗേറ്റിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്രോപ്സൊക്കെ സോൺ ചെയ്യുന്നതിന് മുന്നേ നമ്മളെ ലാൻഡിനെ ഒന്ന് പ്ലഫ്ഡ് കണ്ടീഷനിലാക്കും. പ്ലഫ്ഡ് മീൻസ് ഉഴുതുമറിക്കുക. അപ്പോൾ എന്താണ് ഉഴുതുമറിച്ചാൽ നമുക്കവിടെ സോയിലിൻ്റെ സ്ട്രാറ്റ എന്ന് പറയുന്നത് ഹാർഡുള്ളത് ലൂസൺ ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ വാട്ടറിങ് ചെയ്യുമ്പോൾ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അപ്പം നമുക്ക് ഇവിടെ എന്താ നമ്പർ ഓഫ് വാട്ടറിങ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദിസ് വിൽ റെഡ്യൂസ് നമ്പർ ഓഫ് വാട്ടറിങ്സ് ആൻഡ് ഹെൻസ് റിസൾട്ട് ഇൻ ഹയർ ഡ്യൂട്ടി ഓഫ് വാട്ടർ. നെക്സ്റ്റ്, ടൈപ്പ് ഓഫ് ക്രോപ്പ്. ഡിഫറെൻറ്റ് ക്രോപ്പ് റിക്വയർ വേരിയിങ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് ദെയർഫോർ ഡ്യൂട്ടി ഓഫ് വാട്ടർ വേരീസ് ഫ്രം ക്രോപ്പ് ടു ക്രോപ്പ്. അതായത് ഇവിടെ ഓരോ ക്രോപ്പിന് വേണ്ടി വരുന്ന വാട്ടറിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നുണ്ട് അല്ലേ. ചില ക്രോപ്സിന് എന്താണ് കൂടുതൽ വാട്ടറിങ് ചെയ്യേണ്ടി വരും, മറ്റ് ചില ക്രോപ്സിന് കുറച്ച് മാത്രം വാട്ടർ മതിയാവും. സോ അവിടെ ഒരു വേരിയേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വേരിയേഷൻ എന്താണ് ഡ്യൂട്ടിയെയും ബാധിക്കും, എഫക്റ്റ് ചെയ്യും. The crops which require large quantity of water have lower duty water than for the crops which requires less quantity of water. അപ്പം നമ്മളെ ലാൻഡിൽ നമ്മൾ ക്രോപ്പിംഗ് ചെയ്തിരിക്കുന്നത് കുറച്ച് വാട്ടർ റിക്വയർഡ് ആയിട്ടുള്ള, കൂടുതൽ വാട്ടർ റിക്വയർഡ് ആയിട്ടുള്ള ക്രോപ്സിനെയൊക്കെയാണ്. ആ ഒരു ലാൻഡിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ലോ ആയിരിക്കും, കാരണം ഈ ക്രോപ്സ് മാക്സിമം വാട്ടർ അബ്സോർബ് ചെയ്യും അല്ലേ. നേരെ മറിച്ച് നമുക്ക് കുറച്ച് വാട്ടറിങ് മാത്രം ചെയ്താൽ ക്രോപ്സ് വളരുന്നുള്ള കണ്ടീഷനിലാണെങ്കിൽ അവിടെ നമുക്ക് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. കാരണം നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്ന ലാൻഡിൽ ആ ക്രോപ്സ് എന്ന് പറയുന്നത് കുറച്ച് വാട്ടർ മാത്രമേ അബ്സോർബ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇറിഗേഷൻ എന്ന് പറയുന്നത് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ബേസ് പീരിയഡ് ഓഫ് ക്രോപ്പ്. ബേസ് പീരിയഡ് എങ്ങനെ ഡ്യൂട്ടിയെ എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. In general, when the base period of crop is long, more water may be required, thus resulting in a lower duty of water. അപ്പോൾ നമുക്ക് ബേസ് പീരിയഡ് ഒരു ക്രോപ്പിൻ്റെ ബേസ് പീരിയഡ് എന്ന് പറയുന്നത് ലോങ് ആണ്. കുറച്ചധികം കാലം നമ്മൾ ആ ക്രോപ്പിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് അവിടെ വാട്ടർ മോറായിട്ട് റിക്വയർ ആയിട്ട് വരുന്നുണ്ട്. സോ നമ്മളത് ഇറിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ബേസ് പീരിയഡ് കൂടുതലുള്ള സമയത്ത് ഡ്യൂട്ടി എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതിൽ ഓരോ ക്രോപ്പും അതിൻ്റെ ബേസ് പീരിയഡും
അതുപോലെ തന്നെ ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഡ്യൂട്ടിയും ഡെൽറ്റയൊക്കെ കാണിച്ചിട്ടുണ്ട്. അടുത്ത ഫാക്ടറാണ് ക്ലൈമറ്റിക് കണ്ടീഷൻ ഓഫ് ദ ഏരിയ. The water requirement of a crop varies with the climatic condition of the area and hence it is also affect the duty of water. അപ്പോൾ നമുക്ക് ഓരോ ഏരിയാസിലെയും ക്ലൈമറ്റ് ചേഞ്ചസ് ഡ്യൂട്ടിയെ ബാധിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. The climatic condition which affect the duty of water are ടെമ്പറേച്ചർ, അതായത് നമുക്ക് ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അവിടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കുറയും. അപ്പോൾ ആ ഒരു ലാൻഡിലേക്കുള്ള ഇറിഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് വാട്ടറിനെ അപ്ലൈ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് വിൻഡ് വെലോസിറ്റിയും വിൻഡ് വെലോസിറ്റി കൂടുതലാണെങ്കിൽ അവിടെ ഡ്യൂട്ടി എന്ന് പറയുന്നതും കുറയും. ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ ഡ്യൂട്ടി കൂടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് റെയിൻഫാൾ കൂടുതൽ കിട്ടുന്ന ഏരിയാസ് ആണെങ്കിൽ അവിടെ ഡ്യൂട്ടി എന്ന് പറയുന്നതും ഹൈ ആയിരിക്കും. Quality of irrigation water. If the irrigation water contains an appreciable amount of harmful salt and alkalis dissolved in it, then it is required to be applied in a large quantity so that the salt are leached off. അപ്പോൾ നമ്മുടെ ലാൻഡിൽ ഹാംഫുൾ ആയിട്ടുള്ള കുറച്ച് സാൾട്ടിൻ്റെ പ്രസൻസും അതുപോലെ തന്നെ ഡിസോൾവ്ഡ് ആൽക്കലീസൊക്കെ ഉണ്ട്. അതിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ വാട്ടറിനെ നമുക്ക് ആ ലാൻഡിലേക്ക് ഫീൽഡിലേക്ക് സപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ, എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ക്വാളിറ്റി എന്ന് പറയുന്നത്, വാട്ടറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു ക്വാളിറ്റി അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഇറിഗേഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. അതുവഴി അത് ലീച്ച്ഡ് ഓഫ് ചെയ്യേണ്ടി വരും, ഹാംഫുൾ സാൾട്ടിനെയൊക്കെ ലീച്ച് ഓഫ് ചെയ്യേണ്ടി വരും. കനാൽ കണ്ടീഷൻസ് എങ്ങനെയാണ് ഒരു ഡ്യൂട്ടിയെ എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. ഇൻ ആൻ എർത്തൻ കനാൽ the percolation loss will be high which will result in a low duty of water. അപ്പോൾ നമുക്ക് നോർമൽ വാട്ടർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് എന്താണ് കനാൽസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടല്ലേ. ഇവിടെ ഒരു എർത്തൻ കനാലാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് വെച്ചാൽ, എർത്തൻ കനാൽ എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കനാൽ, അതിന് നമ്മൾ ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എർത്ത് തന്നെയാണ്. സോ ഈ ഒരു കേസിൽ ഇവിടെ സീപ്പേജ് ലോസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും, അതുപോലെ തന്നെ പെർക്കുലേഷൻ ലോസും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ലോ ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, ദ കനാൽസ് വിത്ത് ഗുഡ് മെയിൻ്റനൻസ് വിൽ ഹാവ് ഹയർ ഡ്യൂട്ടി ഓഫ് വാട്ടർ ദാൻ ദോസ് ഹാവിങ് പുവർ മെയിൻ്റനൻസ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ കനാൽ സിസ്റ്റത്തിനൊക്കെ ഒരു കറക്റ്റ് മെയിൻ്റനൻസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഡ്യൂട്ടി നമുക്ക് കൂട്ടാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ലൈനിങ് പ്രൊവൈഡ് ചെയ്യാം, എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാം. അതുപോലെ തന്നെ കാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിമാറ്റി നല്ലൊരു എഫിഷ്യൻ്റായിട്ട് നമുക്ക് കനാൽ സിസ്റ്റത്തിനെ മാറ്റിയെടുക്കാൻ പറ്റും. പുവർ മെയിൻ്റനൻസ് ആണെങ്കിൽ അവിടെ ഡ്യൂട്ടി കുറവായിരിക്കും, കാരണം പ്രോപ്പറായിട്ടൊരു മെയിൻ്റനൻസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡ്യൂട്ടിയും കുറയും. നെക്സ്റ്റ് ഫാക്ടർ ഈസ് ടൈപ്പ് ഓഫ് സോയിൽ ആൻഡ് സബ്സോയിൽ ഓഫ് ദ കനാൽ. If the canal is unlined and passes through coarse-grained soil, then since there will be greater percolation loss, the duty of water will be low. ഇവിടെ കനാൽസിന് നമ്മൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ലൈനിങ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു കോഴ്സ് ഗ്രൈൻഡ് സോയിൽസൊക്കെയാണ് ലൈനിങ്ങിന് വേണ്ടി യൂസ് ചെയ്ത് വെച്ചാൽ അവിടെ ഓട്ടോമാറ്റിക്കലി എന്താണ് ഡ്യൂട്ടി കുറയും, പെർക്കുലേഷൻ ലോസ് കൂടും. നേരെ മറിച്ച് ഒരു ഫൈൻ ഗ്രൈൻഡ് സോയിലാണെങ്കിൽ അവിടെ എന്താണ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും, അതുപോലെ തന്നെ പെർക്കുലേഷൻ ലോസ് കുറവായിരിക്കും.